ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കണേ. അതിൻ്റെ എല്ലാ ഭാഗതകളും ഉണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഞാൻ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 8 മണിയായി. എന്നിട്ട് ഇതേവരെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എനിവേ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും. ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു. ബട്ട് നൗ ഐ ആം യൂസ് ടു ഇറ്റ്. അതുപോലെ തന്നെ ഇതും ഓക്കെ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കണം ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ ഒരാൾ ചോദിക്കുകയും ചെയ്തിരുന്നു, ചേച്ചി ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ശരിക്കൊരു മോർണിംഗ് പ്രൊഡക്റ്റീവ് വ്ളോഗ് എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ടൈം നോക്കി വരുമ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്നെന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഈവനിങ് വ്ളോഗിൽ പ്ലാൻ ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ടൈമിലുള്ളതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ. ഓൾസോ ഞാൻ ഇന്നലെയാണ് റൂമിനൊന്ന് മേക്ക് ഓവർ ചെയ്തത്. അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. കാരണം ഒരു ഫ്രഷ് ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം സൈഡ് ടേബിളും അതിൽ വിടും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എന്റെ മറ്റേ ലോങ് ടേബിളിലുള്ള വെച്ചേക്കുന്ന ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ഓവറാക്കണില്ല. നമുക്ക് ഇന്നത്തെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ കിടക്കാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, കുറെ പേര് എന്നോട് റൂം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഷോർട്സിൽ കാണുന്ന വീഡിയോയിലുള്ളത് ഒന്നിൽ എൻ്റെ മുന്നത്തെ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ റൂമാണ്. അപ്പോൾ ഇപ്പോഴത്തെ റൂം ഞാൻ റെഡിയാക്കി വരുന്നുള്ളൂ. അതുകൊണ്ട് ചെറിയ ചെറിയ ഗ്ലിംസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഫുള്ള് സെറ്റ് ആയതിനു ശേഷം ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ക്യൂട്ട് ബാസ്ക്കറ്റ് ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇതിൽ കുറേ ചീത്തയായി പോയിട്ടൊക്കെ ഉണ്ട്. അതിനൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഈ ബൗവിന്റെ ക്ലിപ്പാണുള്ളത്. ഇത് ചെറുതായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. ഓൾസോ ആകെ പൊടി പിടിച്ചിരിക്കുക കേട്ടോ. കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ക്യൂട്ട് പിങ്ക് ബാൻഡാണ്. ഇതും അതെ ആകെ ചെളി പിടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വാങ്ങിയതാട്ടോ. ആൻഡ് ഓൾസോ ഇതൊരു സ്ക്രഞ്ചിയും ഒരു ക്ലിപ്പാണ്. ഇത്രയാണ് നമുക്ക് ഡിറ്റർജന്റിൽ സോക്ക് ചെയ്യാനുള്ളത്. നമുക്കിത് ഓവർനൈറ്റ് വെക്കാം. ആൻഡ് ഇതൊക്കെ നമുക്ക് ആ കൊട്ടയിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനൊന്നും പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. നല്ല കണ്ടീഷനിലാണ് ഉള്ളത്. അതുപോലെ ഈ മാല കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ ക്ലേ വെച്ച് ഉണ്ടാക്കിയതാണ്. ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വളരെ കല്ലുകളൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഹോട്ടലിൽ വെച്ച് ഒട്ടിക്കാം കേട്ടോ. പിന്നെ രണ്ട് സൈഡിലുള്ള കല്ലുകൾ എൻ്റെ അത് കാണാണ്ട് പോയി. അതുകൊണ്ട് ഞാൻ അതിനെ മുത്ത് വെച്ചിട്ടാട്ടോ റീപ്ലേസ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് കിടക്കാം. അടുത്ത നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാല്ലേ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ചെമ്മീൻ ഫ്രൈ, മീൻ പൊരിച്ചതും പിന്നെ പയറുകറിയാണ്. എനിക്ക് മീൻ പൊരിച്ചത് ഇഷ്ടമല്ല, അത് അബ്ദുവിനാണ്. അപ്പൊ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുള്ളൂ ചെമ്മീൻ. ഇത് പൊരിക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് സവാള കിട്ടുമ്പോൾ ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമുക്ക് വറുക്കാനുള്ള മീൻ കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും DIYs ചെയ്യാം. അപ്പോൾ എൻ്റെ തലയിൽ ഓടുന്നത് ക്ലേ ഐഡിയാസ് മാത്രമാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ സജഷൻസ് വന്നിരുന്നു. ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക ഒരു പിങ്ക് റിങ് ആയിരിക്കുള്ളൂ എന്ന് തോന്നി. അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട്
എൻ്റെ വീഡിയോസ് മുന്നേ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്യുന്ന ക്ലേ ഹോം മെയ്ഡ് ക്ലേ ആണെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ കൈയും അതുപോലെ തന്നെ ആ ക്ലേ ഒക്കെ നമ്മൊന്ന് വാസ്ലീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വെച്ച് മോയ്സ്ചറൈസ് ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലീനാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കയ്യിലെടുക്കാം, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഒരു 6 months വരെ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ചാളങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കല്ലേ, അപ്പോൾ നല്ല ഹാർഡായിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ചില ക്ലേയുടെ ടെക്സ്ചറും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ടൈമിലുള്ള കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഈ ക്ലേ ഒക്കെ നല്ലോണം ഹാർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലോണം നീറ്റ് ചെയ്തെടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, നമ്മൾ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ സർഫസ് അത് നല്ലോണം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ക്ലേയിലേക്ക് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വന്ന് സ്റ്റിക്ക് ചെയ്യും. 2 ടൈപ്പിൽ നമുക്ക് ക്ലേയിൽ കളർ ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. പിങ്ക് റിംഗ് ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടൊരു സജഷൻ വന്നിരുന്നു, അപ്പോൾ നമുക്കിന്ന് അത് തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലേയിലേക്ക് കുറച്ച് റെഡ് ആട്ടോ മിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് ഇപ്പോൾ വേറെ എന്തൊക്കെയോ കളറായിട്ടുണ്ട്, ലൈക്ക് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് വൈറ്റ് ക്ലേ ആണല്ലോ, അപ്പോൾ ഞാൻ റെഡ് മിക്സ് ചെയ്തു, അപ്പോൾ അതൊരു ലൈറ്റ് എന്തൊക്കെയോ ഒരു കളറ്. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ ഇതൊക്കെ ഓറഞ്ച് കൂടി മിക്സ് ചെയ്താൽ നല്ല പിങ്ക് കിട്ടും തോന്നി. അങ്ങനെ ഞാൻ ഓറഞ്ച് മിക്സ് ചെയ്ത്, അതിൽ വേറെ ഒരെണ്ണത്തിൽ ഞാൻ കണ്ട് ബ്ലൂ മിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ ബ്ലൂ മിക്സ് ചെയ്തു, പിന്നെ മുന്നേ മിക്സ് ചെയ്ത പോലെ ബ്രൗൺ മിക്സ് ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ഇപ്പോൾ വേറെ ഏതൊക്കെയോ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്ലേ വേസ്റ്റ് ചെയ്യേണ്ടത് വെച്ചിട്ട് ഞാൻ എന്തായാലും ഇതിൽ തന്നെ പണിയാണ് ആവശ്യമാക്കണം കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇതിൽ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ നമ്മൾ നല്ല സിമ്പിളാട്ടോ പിടിച്ചേക്കണത്. കുറച്ച് വീതിയുള്ള റിംഗ് ആണ് ഉണ്ടാക്കിയേക്കണത്. ഞാൻ ഈ വട്ടം ഉണ്ടാക്കിയ ക്ലേക്ക് എന്തോ ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്രാക്സ് ഒക്കെ നല്ലോണം വന്നിരുന്നു. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ റിംഗ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തേക്കണേ. അപ്പോൾ ഉണ്ടാക്കിയ റിംഗിലേക്ക് വൈറ്റ് പെൻ വെച്ച് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടാട്ടോ ലുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കണേ. അടുത്ത സത്യം പറഞ്ഞ ഒരു പരീക്ഷണമാണ്. നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു വീതിയുള്ള റിങ്, എന്നിട്ട് എൻ്റെ മുന്നുണ്ടായിരുന്ന ഒരു റിങ് വെച്ചിട്ട് ഞാൻ അച്ച് പോലെ ആക്കി, എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച്, എന്നിട്ട് ബോർഡർ ഉണ്ടല്ലോ നമ്മൾ പേള് വെച്ചിട്ട് മീൻസ് മുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ബോർഡർ പോലെ ആക്കി എടുക്കുക കേട്ടോ ചെയ്തത്. എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇനി ഇതിനുണ്ടല്ലോ നേരത്തെ 2 ചെയ്ത പോലത്തെ തിക്കായിട്ടുള്ളതല്ല, നല്ല തിന്നായിട്ടുള്ളതാണ് ഞാൻ റോൾ ചെയ്തെടുത്തേക്കണത്. എന്നിട്ട് എൻ്റെ ഒരു ആൽഫബറ്റിക് സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള H എന്ന് യൂസ് ചെയ്തിട്ടാണ് ഞാനൊരു റിങ് ഉണ്ടാക്കിയെടുത്തേക്കണത് കേട്ടോ. ഇതിനെന്നിട്ട് ഞാൻ ഗോൾഡൻ പെയിന്റ് യൂസ് ചെയ്തിട്ട് H എന്നുള്ള ആ പോർഷൻ മാത്രം ഒന്ന് പെയിന്റ് ചെയ്തെടുത്ത്, ബട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഇത് വേണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു വെറൈറ്റി ആക്കാന്ന് വെച്ച് എന്നിട്ട് കമ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത്, എന്നിട്ട് ഈ ഒരു ഷേപ്പ് പോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്ലേ വെച്ചിട്ട് തന്നെ 2 കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കി, എന്നിട്ട് 2 ഭാഗത്താക്കി ഞാൻ സ്റ്റിക്ക് ചെയ്തും കൊടുത്ത്. സെന്ററിൽ ഗോൾഡൻ പെയിന്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബീഡ് വെച്ച് നോക്കി, ബട്ട് അതെനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങ് ചേഞ്ച് ആക്കി. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റിങ്ങളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്നുള്ള കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു കാം ജേർണലിംഗ് ചെയ്യാം. നല്ലോണം എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സിമ്പിൾ ഡയറി പോലെ കേട്ടോ ഞാൻ ചെയ്യണത്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് അങ്ങോട്ട് നിർത്താല്ലേ.
ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല. ഞാൻ ആകെ ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു സിറം കൂടെ യൂസ് ചെയ്തിരുന്നു. ഈ 3 സ്റ്റെപ്പ് മാത്രമേ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. ആൻഡ് ഇത് ഞാൻ കണ്ടിന്യൂസ്ലി റുട്ടീനായിട്ട് ഞാൻ ചെയ്യാറുമില്ല. ഇടക്കിട്ടൊക്കെ ഒരു ബ്രേക്ക് വരാറുണ്ട്. ഇടക്കിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ 1 മാസത്തിന് ശേഷമാണ് ഇത് ചെയ്യണത്. ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാന്. നടക്കുമെന്നൊന്നും അറിയില്ല. എനിവേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതൊരു ക്യൂട്ട് DIY ലിപ് ബാം ആണ്. അപ്പോൾ ഞാൻ ഇതിന്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ വന്നപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാന്ന് വെച്ചതാണ്. ഇത് ശരിക്കും ഒരു നോർമൽ ലിപ് ബാം ആണ്. അതിലേക്ക് നമുക്ക് DIY ആയിട്ടുള്ളത് കിട്ടും. ഇത് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നി. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ക്യൂട്ടായിട്ട് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഈ പോർഷൻ കണ്ടോ, ഹാർട്ട് ഷേപ്പാണ്. സോ ക്യൂട്ട്. അപ്പൊ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് നടം. ആൻഡ് ഓൾസോ ഇതിന്റെ സ്മെല്ല് നല്ല ജെല്ലി, തിന്നാനൊക്കെ തോന്നണ ആ ഒരു സ്മെല്ലാണ്. എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ബട്ട് ഇത് ഇത്ര ഒന്നുമില്ല, ഇതിന്റെ ക്വാണ്ടിറ്റി കുറവാന്ന് തോന്നുന്നുണ്ട്. എനിവേ ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ടൈം ആയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പ്രൊഡക്റ്റീവ് വ്ളോഗ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ ഇപ്പോൾ ഇത് ക്ലേ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നല്ല ഞാൻ ജേർണലിങ്ങിലേക്ക് കിടന്നത്. ആ ക്ലേ പാർട്ട് എന്നെ ചതിച്ചതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ജേർണലിങ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പിന്നെയും ക്ലേയിലേക്ക് കിടന്നത്. ബട്ട് ഈ വീഡിയോക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് ഫസ്റ്റ് ഒരു ക്ലേ പോർഷൻ കഴിഞ്ഞതിന് ശേഷം, ക്ലേ ഉണ്ടാക്കുന്ന ആ പോർഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജേർണലിങ് ചെയ്യുന്നതും പിന്നെ സ്കിൻ കെയർ ചെയ്യുന്നതും. അങ്ങനെ ഒരു റുട്ടീൻ പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി അതങ്ങനെയല്ല കേട്ടോ നടന്നേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. And thank you for watching. Bye.